ശ്രീ ഗുരുഭ്യോ നമഃ. ഓം മഹാഗണപതി നമോ നമഃ. ഓം ശ്രീ ദുർഗാദേവി നമഃ. ശ്രീമദ്ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 4-ാം അധ്യായം. അധർമ്മസ്ഥിതി. ജനമേജയൻ ആഖ്യാനമിതു കേട്ടാശ്ചര്യപ്പെടുന്നു മഹാമതേ. ഈ പാപമയ സംസാരക്കെട്ടിൽ നിന്നെങ്ങു മോചനം. മൂലോകൈശ്വര്യമുണ്ടായിരുന്നിട്ടും കശ്യപാത്മജൻ നിന്ദ്യമാം കർമ്മമീ വണ്ണം ചെയ്യിലാർ ചെയ്തിടാത്തവർ. ഹന്ത സത്യം ചെയ്തു മാതൃസേവതൻ പേരിലിങ്ങനെ ഗർഭത്തിൽ ചെന്നു ചെയ്തല്ലോ ക്രൂരമാം ഭ്രൂണഹത്യയെ. ധർമ്മത്തിൻ ശാസിതാവായി മൂലോകപാലകനാം പ്രഭു ഈ മട്ടു ചെയ്കിലാർക്കെന്തു കാട്ടാൻ പാടില്ല മന്നിതിൽ. കുരുക്ഷേത്രത്തിൽ വെച്ചെന്റെ മുത്തച്ഛന്മാരുമിങ്ങനെ ദുഷ്കർമ്മം കഠിനം പോരിൽ ചെയ്തു ഹന്ത ജഗദ്ഗുരോ. ഭീഷ്മരും ദ്രോണരും കർണൻ കൃപൻ ധർമ്മജനേവരും കൃഷ്ണപ്രേരണയാൽ ചെയ്താർ ധർമ്മത്തിനു വിരുദ്ധമായി. സംസാര നിസ്സാരതയെ ഗ്രഹിച്ച മതിശാലികൾ ദേവാംശജന്മാർ ധർമ്മിഷ്ഠർ ചെയ്തതെന്തവരിങ്ങനെ. ധർമ്മപ്രമാണമെന്തെങ്ങധർമ്മത്തിൻ നിശ്ചിതം നില. ആഖ്യാനമിതു കേട്ടെന്റെ ചിത്തമാടിക്കളിക്കയാം. പ്രമാണമാപ്തവാക്കെങ്കിൽ യോഗ്യനാമാപ്തനാരുവാൻ. ഉത്കൃഷ്ടനാമാരുമോർത്താൽ രാഗിയും ഭോഗലോലനും. ദ്വേഷമായി മാറുന്നു രാഗം നൂനമർത്ഥം നശിക്കവേ. ദ്വേഷത്താൽ കള്ളവും ചെയ്യും സാർത്ഥം നേടുന്നതിന്നൊരാൾ. ജരാസന്ധവധത്തിനായി സത്യവാൻ ഹരി കൂടിയും സർവജ്ഞനെങ്കിലും വ്യാജവിപ്രരൂപം ധരിച്ചുപോൽ. പ്രമാണമെന്താപ്തനാരീ മട്ടിലോ സത്വമൂർത്തിയും ഏവമർജുനനും യജ്ഞകാര്യാർത്ഥം ചെയ്തതില്ലയോ. ശമം വിട്ടീ മട്ടു യജ്ഞം ചെയ്യുവാനെന്തു കാരണം. ഫലത്തിനോ യശസ്സിനോ പരലോകപദത്തിനോ. മറയോതുന്നു ധർമ്മത്തിനൊന്നാം കാൽ സത്യമെന്നതായി. 2-ാം പാദം ശുദ്ധിയെന്നും 3-ാം കാൽ ദയയെന്നുമായി. 4-ാം പാദം ദാനമെന്നും പുരാണജ്ഞർ കഥിക്കയാം. ഇവയില്ലെങ്കിലധർമ്മം നിലനിൽക്കുവതെങ്ങനെ. ധർമ്മമില്ലാത്തൊരകർമ്മം ഫലമേകുന്നതെങ്ങിനെ. എങ്ങും കാണുന്നില്ല ധർമ്മസ്ഥിരമാം ചിത്തമാരിലും. ഛലാർത്ഥം വാമനാകാരം പൂണ്ടു വിഷ്ണു ജഗത്പ്രഭു വഞ്ചിച്ചല്ലോ പണ്ടു മഹാബലിയാം നൃപവര്യനെ. 100 യജ്ഞം ചെയ്ത വേദധർമ്മം പാലിച്ചൊരാ നൃപൻ. ദാനധർമ്മൈകനിരതൻ സത്യവാദി ജിതേന്ദ്രിയൻ. എന്നിട്ടും അവനെ സ്ഥാനഭ്രഷ്ടനാക്കി മഹാൻ ഹരി. ഇവർക്കിടയിലാർക്കിങ്ങു ജയം ചൊൽക മഹാമതേ. കള്ളത്തത്താൽ ചതിച്ചുള്ള വാമനാകൃതി വിഷ്ണുവോ ജയിച്ചതാമാബലിയോ ശങ്കയുണ്ടിങ്ങു ചൊൽക നീ. പുരാണകർത്താവല്ലോ നീ ധർമ്മജ്ഞൻ ബുദ്ധിശാലിയും. വ്യാസൻ ഭൂമിദാനം ചെയ്തതിനാൽ വിജയിച്ചോൻ മഹാബലി. ത്രിവിക്രമാഖ്യനായിട്ടും വാമനാഖ്യനുമായി ഹരി. വഞ്ചനാർത്ഥം വാമനത്വം വന്നു ചേർന്നു നരാധിപ.
പോരെങ്കിൽ വാതിൽ കാക്കാനും യോഗമുണ്ടായി പിന്നെയും. ധർമ്മത്തിൻ തായി വേർ സത്യമല്ലാതല്ലന്യമോർക്കുകിൽ. ദുശ്ശകം ദേഹഭൃത്തുക്കൾക്കെമ്മട്ടും സത്യപാലനം. വെല്ലാൻ പ്രയാസം ത്രിഗുണ നാനാരൂപിണി മായയെ. ത്രിഗുണത്താൽ മിശ്രമാക്കിയിട്ടവൾ വിശ്വം ചമയ്ക്കയാൽ. മായാച്ഛലം പൂണ്ടൊരാൾക്കു ശുദ്ധസത്യം ഭവിക്കുമോ? ഗുണസമ്മിശ്രമായി താനീ ലോകത്തിൻ സ്ഥിതി സർവദാ. ചാർച്ചയും ചേർച്ചയും വിട്ടോരി ചാരാകങ്ങളറ്റവർ. വൈഖാനസന്മാർ ഋഷിമാർ സത്യവാൻമാർ ജഗത്തിതിൽ. സൃഷ്ടിച്ചു താദൃശന്മാരെ ദൃഷ്ടാന്തത്തിനു മാത്രമായി. മറ്റൊക്കെയും ത്രിഗുണസമ്മിശ്രം താൻ ഭൂവിൽ മന്നവാ. വാക്യഭേദം കാൺമു വേദപുരാണങ്ങളിലും തഥാ. വേദാംഗശാസ്ത്രങ്ങളിലും സഗുണന്മാർ ഗ്രഥിക്കയാൽ. സഗുണൻ സഗുണത്തെത്താൽ ചെയ്വു ചെയ്യില്ല നിർഗുണൻ. ഗുണങ്ങൾ മിശ്രമായല്ലാതൊറ്റയായി നിന്നിടാ ധ്രുവം. നിർവ്യാജം സ്ഥിരധർമ്മത്തിലുറയ്ക്കില്ലാർക്കുമുൾക്കളം. ഭവബന്ധത്തിനാൽ മർത്യൻ മായാമോഹിതനായി വരും. ഇന്ദ്രിയക്ഷോഭമുണ്ടാമ്പോൾ മനസ്സതിനു കീഴ്പ്പെടും. ഗുണപ്രേരണയാൽ പിന്നെയുൾക്കൊള്ളൂ ബലഭാവവും. ബ്രഹ്മാദിസ്തംഭപര്യന്തം ചരാചരമശേഷവും. മായാധീനം പ്രപഞ്ചത്തെ കൊണ്ടു മായ കളിക്കയാം. മോഹിപ്പിപ്പൂ മായ സർവം ഭ്രമിപ്പിപ്പൂ ജഗത്തിനെ. ഇന്ദ്രിയാർത്ഥങ്ങൾ ഉദ്ദേശപ്പടി കിട്ടാതിരിക്കവേ. അസത്യവാനായിത്തീരുന്നു കാര്യാർത്ഥം നരനാദ്യമായി. വ്യാജമേവം സ്വീകരിച്ചു പിന്നെ പാപങ്ങൾ ചെയ്കയായി. കാമം ക്രോധം ലോഭമിവ ബലമേറുമരാദികൾ. അവയ്ക്കു കീഴ്പ്പെട്ടു കൃത്യാകൃത്യമോർപ്പീല മാനുഷൻ. സമ്പത്തു കൂടിയാൽ പിന്നീടഹങ്കാരം വളർന്നിടും. അഹങ്കാരത്തിൽ നിന്നുണ്ടാം മോഹം പിന്നീടു മൃത്യുവും. മോഹം വന്നാൽ പെരുകും മോഹങ്ങളും സംശയങ്ങളും. ഈർഷ്യാസൂയകളും പൊങ്ങും ദ്വേഷവും സംഭവിച്ചിടും. ആശയും തൃഷ്ണയും ദൈന്യം ദംഭം ദുഷ്കർമ്മവാഞ്ഛയും. മോഹത്തിൽ നിന്നുമുണ്ടാവും പ്രാണികൾക്കൊക്കെയും നൃപാ. യജ്ഞവും ദാനവും തീർത്ഥവ്രതങ്ങൾ നിയമങ്ങളും. ആചരിക്കുന്നു മനുജനഹങ്കാരം കിളുർക്കവേ. അഹങ്കാരം കൊണ്ടു ചെയ്യും കർമ്മമോ ശുദ്ധമായി വരാ. രാഗലോഭങ്ങളാൽ കർമ്മം സർവാംഗം ശുദ്ധിയറ്റതാം. ദിവ്യശുദ്ധിയെയാണാദ്യം നോക്കേണ്ടതറിവുള്ളവർ. പരദ്രോഹമണയ്ക്കാത്ത വിത്തം കർമ്മത്തിനുത്തമം. ദ്രോഹാർജിതധനം കൊണ്ടു നന്മ ചെയ്യുന്ന മാനവൻ. വിപരീത ഫലം പ്രാപിച്ചിടുമെന്നും നരോത്തമാ. മനസ്സു ശുദ്ധമായൊന്നു ഫലം വേണ്ട വിധം വരും. അതു വിക്ഷുബ്ധമാണെങ്കിൽ ശരിക്കുള്ള ഫലം വരാ. കർത്താക്കളാചാര്യന്മാരു മൃത്തിക്കുകളുമേവരും. മനഃശുദ്ധി തികഞ്ഞോരാണെങ്കിൽ പൂർണ്ണഫലം വരും.
ദേശകാലക്രിയാദ്രവ്യകർത്താക്കൾ മന്ത്രമെന്നിവ ശുദ്ധമായാൽ കർമ്മഫലം പൂർണ്ണമായും ലഭിച്ചിടും. ശത്രുനാശവുമവണ്ണം സ്വാഭിവൃദ്ധിയുമോർത്തൊരാൾ സുകൃതം ചെയ്കിലും തീരെ വിപരീത ഫലം വരാം. നന്മതിന്മകളെ സാർത്ഥിയറിയുന്നില്ല സർവദാ. പ്രാരബ്ധത്താൽ ചെയ്വു പാപം തന്നെ പുണ്യങ്ങൾ വിട്ടവൻ. കശ്യപൻ തൻ മക്കളല്ലീ സുരാസുരരശേഷവും. എന്നിട്ടും അവരന്യോന്യം വൈരിമാർ സ്വാർത്ഥലോലുപർ. വേദങ്ങൾ ചൊൽവൂ സത്വത്താലുണ്ടായി വിണ്ണോർ രജസ്സിനാൽ. മർത്യന്മാരും തമസ്സാല പശുപക്ഷി മൃഗാദിയും. അസത്വവാന്മാർ വിണ്ണോർക്കും വൈരമന്യോന്യമെങ്കിലോ. തിര്യക് ജാതികൾ തൻ വൈരത്തിങ്കലെന്തുള്ളു ചിത്രമായി. തപോവിഘ്നങ്ങളെ ചെയ്തും ദ്രോഹിച്ചും പല മട്ടിലും. അതൃപ്തരായി വാഴ്വൂ സുരർ ദ്വേഷവൈരങ്ങളൊത്തുതാൻ. അഹങ്കാരത്തിൽ നിന്നത്രേ പ്രപഞ്ചോൽപത്തി താൻ നൃപാ. രാഗദ്വേഷാദി വിട്ടോനായി നരൻ പിന്നെ വരാവതോ. 4-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ജഗദംബായേ നമഃ. 5-ാം അധ്യായം നാരായണ കഥ. വ്യാസൻ: പെരുത്തോതുന്നതെന്തിന്നീ പ്രപഞ്ചത്തിൽ നൃപോത്തമ. ദയാധർമ്മങ്ങളുള്ളോനായെങ്ങാനുണ്ടായി വരാമൊരാൾ. യുഗാദിയിലുമീ വിശ്വം രാഗദ്വേഷമലീമസം. പിന്നെ കലിയുഗത്തിന്റെ കഥയെന്തോതുവാൻ നൃപാ. ഈർഷ്യാദ്രോഹവ്യാജവൃത്തിയുള്ളോർ വിണ്ണവരും സദാ. പിന്നെ എന്തോതുവാൻ മർത്യതിര്യക് ജാതികൾ തൻ കഥ. ദ്രോഹിപ്പോരിൽ ദ്രോഹബുദ്ധി സാമാന്യേന ജനിച്ചിടാം. അദ്രോഹിയാം ശാന്തനെ ദ്രോഹിപ്പതോ ദുഷ്ടബുദ്ധി താൻ. ജപധ്യാനത്തിൽ മുഴുകും ശാന്തനാം താപസന്നുമേ. തപോവിഘ്നം പലതുമായി ചെയ്യുന്നു സുരനായകൻ. നല്ലോർക്കെന്നും സത്യയുഗം, ദുഷ്ടർക്കോ കലികാലവും. ക്രിയായോഗങ്ങളാൽ മധ്യമർക്കു മധ്യയുഗങ്ങളും. വല്ലപ്പോഴും പിറന്നേക്കാം സത്യധർമ്മിഷ്ഠനാമൊരാൾ. മറ്റുള്ളോർ യുഗധർമ്മങ്ങൾ അനുഷ്ഠിപ്പവരായി വരും. എങ്ങും ധർമ്മസ്ഥിതിക്കുള്ള കാരണം കർമ്മവാസന. അതു പങ്കിലമാണെങ്കിൽ ധർമ്മവും മലിനം തഥാ. ചിത്തവാസനയെമ്മട്ടും നേരിൽ നാശത്തിനായി വരും. ബ്രഹ്മാവിൻ ഹൃത്തിൽ നിന്നുണ്ടായി ധർമ്മനെന്നുള്ളൊരാത്മജൻ. പ്രസിദ്ധൻ സത്യസമ്പന്നൻ വേദധർമ്മം ചരിപ്പവൻ. ദക്ഷന്റെ പുത്രിമാർ 10 പേരെയും വിധി പോലവേ. വേട്ടു ഗാർഹസ്ഥ്യത്തിൽ വാണാനം മഹാനാം മുനീശ്വരൻ. ഹരി കൃഷ്ണൻ നരൻ പിന്നെ നാരായണനുമങ്ങനെ. പുത്രന്മാരെ ജനിപ്പിച്ചാനവരിൽ ധർമ്മനാം മുനി. ഹരിയും കൃഷ്ണനും യോഗാഭ്യാസ തത്പരരായി നൃപാ. നരനാരായണന്മാരോ ഹിമാദ്രിയിലണഞ്ഞുടൻ. തപസ്സു ചെയ്താർ ബദരീകാശ്രമം തന്നിലുത്തമം. വിശാല ഗംഗാതീരത്തിൽ ഗായത്രീ ജപനിഷ്ഠരായി. തപസ്സിമാരിൽ മുമ്പന്മാർ പുരാണർഷികളാമവർ. വിഷ്ണുവിൻ അംശഭൂതന്മാരായി പിറന്ന മുനീശ്വരർ.
തികച്ചും 1000 ചെയ്താരുത്കടമാം തപം. തപസ്സിൻ ചൂടു ലോകത്തിലെങ്ങും വ്യാപിച്ചു നിർഭരം. തഥാ ചൊടിച്ചു നരനാരായണന്മാരോടിന്ദ്രനും. ധർമ്മന്റെ തനയന്മാരിത്താപസന്മാർ തപസ്സിനാൽ കാര്യം സാധിച്ചൻ വരിഷ്ഠസ്ഥാനം തട്ടിപ്പറച്ചിടും. വിഘ്നമെന്തിഹ ചെയ്യേണ്ടു തപസ്സിതു മുടക്കുവാൻ. ഉണ്ടാക്കിയാലോ കഠിന കാമക്രോധാദി വല്ലതും. എന്നു ചിന്താവിഷ്ടനായി തീർന്നാനുൾക്കാമ്പുകൊണ്ടവൻ. പിന്നെ തൻ ശ്രേഷ്ഠമാമാനതൻ പുറത്തേറി വിദ്രുതം. തപോവിഘ്നത്തെയുദ്ദേശിച്ചണഞ്ഞാൻ ഗന്ധമാദനം. കണ്ടാൻ പുണ്യാശ്രമം തന്നിൽ സഹസ്രാക്ഷൻ മുനീന്ദ്രരെ. ബാലാർക്കദ്യുതിയാളുന്ന തപസ്സംദീപ്തഗാത്രരെ. കത്തിജ്വലിക്കുന്ന തീയോ ഹരിബ്രഹ്മാക്കളോ ഇവർ. ധർമ്മന്റെ മക്കളി തപസ്സാലെന്തു ചെയ്യുമോ. അവരെ കണ്ടിത്തരത്തിൽ ചിന്തിച്ചോദീശതക്രതു. എന്തു വേണം ധർമ്മസുതന്മാരെ നിങ്ങൾക്കു ചൊല്ലുവിൻ. ശ്രേഷ്ഠമാം വരമേകീടാമതിനായി താനണഞ്ഞു ഞാൻ. തപസ്സാൽ തുഷ്ടനായേൻ ഞാൻ തരാൻ വയ്യാത്തതും തരാം. വ്യാസൻ എന്നു വീണ്ടും വീണ്ടും ഇന്ദ്രൻ മുന്നിൽ നിന്നു കഥിക്കിലും. മിണ്ടിയില്ലൊന്നുമാധ്യാനസ്ഥിതരാമുള്ളുറച്ചവർ. തുടങ്ങി മോഹിപ്പിക്കാനായി ഇന്ദ്രനും ഘോരമായയാൽ. സിംഹം ചെന്നായ്ക്കൾ പുലിയും കാറ്റും കോളും ദവാഗ്നിയും. തുടരെ തുടരെ പേടിപ്പിക്കാൻ സൃഷ്ടിച്ചു വാസവൻ. ഏവം മായാപ്രയോഗത്താൽ മോഹിപ്പിക്കാൻ ശ്രമിക്കിലും. ധർമ്മപുത്രന്മാർ മുനിമാർ വശപ്പെട്ടില്ല പേടിയാൽ. വരപ്രലോഭനത്താലും മായാഭീഷണി കൊണ്ടുമേ കീഴൊതുങ്ങില്ലെന്നു കണ്ടു പോയാനിന്ദ്രൻ സ്വമാലയം. സിംഹവ്യാഘ്രാദികൾ കാട്ടെ കാറ്റു തീ തൊട്ടവയ്ക്കുമേ. തപസ്സിൽ നിന്നവരെ ഒട്ടിളക്കാൻ കഴിയായ്കയാൽ. ശക്രൻ സ്വസദനം പൂകി മുഴുകി ദുഃഖചിന്തയിൽ. ഭയലോഭങ്ങൾ കൊണ്ടൊന്നും കുലുങ്ങില്ലിമുനീശ്വരർ. സർവലോകാധാരയായ നിത്യയാമാദിശക്തിയെ. ദേവാസുരന്മാർ തൻ മായയ്ക്കെല്ലാം കാരണരൂപയെ. പരാപ്രകൃതിയാം സാക്ഷാൽ മഹാവിദ്യയെ നിത്യവും. ധ്യാനിപ്പോരിൽ മായ പറ്റില്ലെത്ര മായാവിയാകിലും. നിഷ്കന്മഷം ദേവിയെ ധ്യാനിപ്പവർക്കൊന്നുമേശിടാ. വാഗ്ബീജ കാമബീജങ്ങൾ മായാബീജവുമവ്വിധം. ചിത്തത്തിലുള്ളോനെയാകാ ഭ്രമിപ്പിക്കാനൊരാൾക്കുമേ. മായാമോഹിതനാമിന്ദ്രനെന്നിട്ടും വിഘ്നകാമിയായി. കാമൻ വസന്തനിവരെ വിളിച്ചിങ്ങനെയോതിനാൻ. മനോഭവ ഭവാനൊന്നു പോകണം ഗന്ധമാദനം. വസന്തനും രതിയും അപ്സരസ്സുകളുമൊത്തുടൻ. നരനാരായണന്മാരാം പുരാണ ഋഷി സത്തമർ. തപസ്സു ചെയ്വോ ബദരികാശ്രമത്തിൽ തനിച്ചവർ. തത്സമീപം ചെന്നു ഭവാൻ ശരമാരി പൊഴിച്ചുടൻ. കാമമാലേകിയൻ കാര്യം വിജയിപ്പിക്ക മന്മഥാ. പൂവമ്പെയ്തെയ്തു മോഹിപ്പിച്ചൊടിച്ചവരെ വിദ്രുതം. കീഴ്പ്പെടുത്തുക ധർമ്മന്റെ മക്കളെന്നാകിലും ഭവാൻ.
നിന്നമ്പുകൊണ്ടാലവശരാവാതാരുണ്ടു പാരിതിൽ. ദേവദാനവമർത്യന്മാരാരടിപെടാത്തതായി മോഹിച്ചോരല്ലി വിധിയും ഞാൻ ഹരൻ ചന്ദ്രനഗ്നിയും. നിൻ പൂങ്കണകൾ തൻ വീര്യമോർത്താലെന്തിവർ രണ്ടുപേർ. നിൻ തുണയ്ക്കായപ്പൻ ഞാൻ വാരസ്ത്രീ സഞ്ജയത്തെയും. രംഭാതിസുന്ദരീവർഗം നിന്നൊപ്പം താനിറങ്ങിടും. തിലോത്തമയ്ക്കും രംഭയ്ക്കും ഒറ്റയ്ക്കിതു സാധ്യമാം. നീയൊരാൾ താൻ പോരുമെന്നാലിവരും ചേർന്നുവെങ്കിലോ. ചെയ്താലുമിസ്സഹായം ഞാനേകാം നിൻ കാമമൊക്കെയും. പ്രലോഭിപ്പിക്കുവാൻ നോക്കി വരദാനങ്ങൾ കൊണ്ടു ഞാൻ. നിലയ്ക്കു നിന്നതേയുള്ളൂ ശാന്തന്മാർ തോറ്റുപോയി ഞാൻ. മായയാലവരെ പേടിപ്പെടുത്തിയിട്ടുമൊരിത്തിരി സ്വരക്ഷയോർത്തില്ല നിലവിട്ടെണീറ്റില്ല താപസർ. വ്യാസൻ ശക്രന്റെ വചനം കേട്ടു ചൊന്നാൻ മന്മഥനിങ്ങനെ. നിൻ മനോവാഞ്ചിതം സാധിപ്പിപ്പൻ ഞാനിന്നു വാസവാ. വിഷ്ണു സൂര്യൻ വിധിഹരൻ ഇവർക്കിടയിലാരെയും ഭജിക്കുന്നതെങ്കിലും ഞങ്ങൾക്കവർ നൂനം വശപ്പെടും. കാമരാജമഹാമന്ത്രം നന്നായുൾത്താരിൽ നണ്ണുവോർ ദേവീഭക്തനെ എമ്മട്ടും കീഴ്പ്പെടുത്തുക ദുഷ്കരം. ആ മഹാശക്തിയെ ഭക്തിപൂർവം താപസരാമവർ ധ്യാനിക്കയാണെങ്കിലേൽക്കില്ലവർക്കൻ ശരപീഠനം. ഇന്ദ്രൻ പോയ്ക്കൊള്ളുകയേ വേണ്ടൂ ഭവാൻ തയ്യാറായി മറ്റു സർവരും. എത്ര ദുസ്സാധ്യമെന്നാലും എൻ ഹിതം ചെയ്യുവോൻ ഭവാൻ. വ്യാസൻ ഏവം നിർദ്ദിഷ്ടരായെല്ലാ പേരുമൊന്നിച്ചിറങ്ങിനാർ. ധർമ്മപുത്രന്മാർ കഠിന തപസ്സാളും വനത്തിനായി. 5-ാം അധ്യായം സമാപ്തം. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ജഗദംബായേ നമോ നമഃ.